ഇതല്ലല്ലേ തിരുത്തുന്നത്? ഞാൻ പറഞ്ഞതൊക്കെയാണ് തിരുത്തേണ്ടത്, ഒക്കെ തിരുത്തും. CPM പ്രാദേശിക മാത്രമല്ല, എല്ലാ സ്ഥലത്തും ഏതെല്ലാം മേഖലയിൽ തിരുത്തേണ്ടതുണ്ടോ അതൊക്കെ തിരുത്തി മുമ്പോട്ടേക്ക് പോകാൻ. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതിൽ തന്നെ വളരെ വ്യക്തമാണ്. അത് വേറെ ക്ലാസ് തന്നെ പങ്കെടുപ്പിക്കാം. അത് ഏത് തരത്തിലും സംഘടന ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുകയല്ലേ. ഏതെങ്കിലും ഒന്നിന് മാത്രം മുഴുവൻ വീഴ്ച, മറ്റൊന്നിന് ഒരു വീഴ്ചയില്ലാതിരിക്കുക എന്നുള്ള നില ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നില വീഴ്ച ഉണ്ടാവുമ്പോൾ എല്ലാ തലങ്ങളിലും പരിശോധിച്ച് ആവശ്യമായ തിരുത്തൽ വരുത്തി മുന്നോട്ടേക്ക് പോകുമെന്നാണ് അതിൻ്റെ കൃത്യമായ അർത്ഥം. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നേരത്തെ അവരാ കള്ളപ്രചാരവേല നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഇപ്പം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാ മറ്റോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോർട്ടൽ എവിടുത്തെ അടുത്ത വർഷം മണി കിട്ടാനാണ്? വിലയിരുത്തി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിനകത്തുണ്ടത്. അതൊക്കെ നേരത്തെ ഞാൻ വിശദീകരിക്കുകയാണ്. ഇനി ഓരോന്നും വിശദീകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താ പറഞ്ഞ എന്താണ്? ആക്കി ഉപയോഗിച്ചിട്ടുണ്ട്, അത്ര ആയിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്നാ? ആണോ? അങ്ങനെയാണോ? അല്ല, അങ്ങനെയല്ല അർത്ഥം. തുറന്നിട്ട് തന്നെയാ ഇപ്പൊ പറഞ്ഞത് മുഴുവൻ. ഇനി കൂട്ടി വെച്ചിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. അവരെ പ്രചരണത്തെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ തിരിച്ചടിയായി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അവരുടെ പ്രചരണം പല മേഖലയിലും അവർ ശക്തിയായി ഉപയോഗിച്ചിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. അത് വിട്ടേ, ഞാൻ അതിന്റെ പേരെ കയറി കളിച്ച് കയറിയില്ല. രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. മതപരമായ കാഴ്ചപ്പാട്, വിശ്വാസം ഒക്കെ രാഷ്ട്രീയമായ ആയുധമാക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അത് വർഗീയതയാണ്. അതാ ഞാൻ പറഞ്ഞത്. അതിനാണ് വർഗീയത എന്ന് പറയാം. പാർട്ടി പോകുന്ന ഘട്ടത്തിന് മുമ്പ് മാഷ് പറഞ്ഞ ഇതേ ഉത്തരങ്ങൾ തന്നെയായിരുന്നു. 3 ദിവസത്തെ പാർട്ടി കമ്മിറ്റി കഴിഞ്ഞു, ഇപ്പൊ വിലയിരുത്തലുണ്ടായി. അതിനകത്ത് എന്താണ് ശബരിമല സ്വർണ്ണക്കൊള്ള ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായോ ഇല്ലയോ? അത് ഞാൻ നേരത്തെ പറഞ്ഞതിലുണ്ട്. പറഞ്ഞിട്ടുണ്ട്. ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരു ഉരുണ്ടില്ല. നിങ്ങൾക്ക് എപ്പോഴും ഇമാതിരിയുള്ള കുറെ പദപ്രയോഗങ്ങളുണ്ട്. ഞങ്ങൾ ശരിയായ രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾക്കത് ഉരുളലാണ്. വി.ഡി. സതീശൻ മറ്റേ RS എന്ന് പേര് പറയാതിരുന്നാൽ അത് വി.ഡി. സതീശൻ്റെ ഒരു മെറിറ്റാണ്. ഇതാണ് ഈ മാധ്യമങ്ങളുടെ ഒരു വർഗീയ വിരുദ്ധ നിലപാടിന്റെ സ്ഥാനത്ത് വരുന്ന വർഗീയപരമായ പ്രചരണം. നിങ്ങളുടെ പ്രചരണം നിങ്ങൾക്ക് കുറച്ച് വ്യക്തത കുറവുണ്ടാവും. അത് ഞാൻ പറഞ്ഞതിൽ എനിക്ക് വ്യക്തതയുണ്ട്, പാർട്ടിക്കും വ്യക്തതയുണ്ട്. ഞാൻ പറഞ്ഞതിൽ അല്ല, അതിലൊക്കെ ഞങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിക്കും. അതിനെന്താ നിങ്ങൾക്ക് സംശയമുള്ളത്? ഞങ്ങൾ ജനങ്ങളോട് വിശദീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതും കൂടി വിശദീകരിച്ചുകൊണ്ടല്ലേ ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തുമ്പോൾ കഴിഞ്ഞത്. നല്ല രീതിയിലുള്ള മുന്നേറ്റമല്ലേ ഉണ്ടായത്? ചെറിയ മുന്നേറ്റമൊന്നുമല്ല. ഞങ്ങൾ എത്രയോ താഴത്താണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് 10-17 ലക്ഷം വോട്ടിന്റെ മുന്നിലേക്ക് കുതിച്ചത്. വെറുതെ ഒന്നുമല്ല അത്. അതാണ് ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതിൽ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നടപടി എടുക്കുക എന്ന് പറയുന്നത് സംഘടനാപരമായൊരു ചുമതല മാത്രമാണ്. അവർ ജനപ്രതിനിധികളൊന്നുമല്ല. അവർ സാധാരണ രീതിയിലുള്ള പാർട്ടി പ്രവർത്തകരാണ്. അതിൽ പ്രധാനപ്പെട്ട പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ പത്മകുമാർ തന്നെയാണ്. പത്മകുമാറിൻ്റെ പേരിൽ നടപടി എടുക്കണമെങ്കിൽ 2 കാര്യം സംബന്ധിച്ച് വ്യക്തത വേണം. നിങ്ങൾക്ക് നല്ലതുപോലെ പറയാൻ, പ്രചരണം നടത്താൻ ഞങ്ങളൊരു നടപടി ഉണ്ടായാൽ സ്വർണ്ണക്കൊള്ളക്ക് പാർട്ടി നടപടി എന്ന ഹെഡിങ്ങാണ് നിങ്ങൾ ബാനറായിട്ട് വരിക. ഞങ്ങളത് ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താ അറിയോ? 2 കാരണം കൊണ്ടാണ്. ഞാൻ പറയാം ഓരോന്നായിട്ട്. ഒന്നാമത്തെ കാര്യം, ഈ കൊള്ളയുമായി ഇവർക്ക് എന്താണ് ബന്ധം എന്നുള്ളത് കൃത്യമായിട്ട് തിരിച്ചറിയണം. അത് ഇതുവരെ തിരിച്ചറിയണ്ടില്ല. ആർക്കും ഇല്ല, നിങ്ങൾക്കും ഇല്ല, എനിക്കും ഇല്ല. രണ്ടാമത്തെ കാര്യം, ഇത് കൊള്ളയുടെ ഭാഗമല്ല എങ്കിലും അതിൻ്റെ അകത്ത് നോട്ടക്കുറവുണ്ടായോ അല്ലെങ്കിൽ ഗൗരവക്കുറവുണ്ടായോ എന്നുള്ള കാര്യം രണ്ടാമതൊരു ഭാഗമുണ്ട്. ഇതിലേതാ എന്നുള്ളതിനെ സംബന്ധിച്ച് ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോഴും മാത്രമേ മനസ്സിലാക്കാനാവുള്ളൂ. ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ അതില്ല. അത് കൊടുത്തു കഴിയുമ്പോൾ ഞങ്ങൾക്ക് വകതിരിവോടെ കൃത്യമായ നിലപാട് സ്വീകരിക്കാം. ആ നിലപാടേ പാർട്ടി സ്വീകരിക്കുള്ളൂ. ആര് എന്തെല്ലാം പറഞ്ഞിട്ടും
ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ ഞാൻ തന്നെ പത്രസമ്മേളനം നടത്തിയപ്പോൾ 4 പ്രാവശ്യം നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലും വ്യാഖ്യാനിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞത് അന്നും ഇന്നും ഒന്നാണ്. ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല. ആരാണോ ഉത്തരവാദി അവരെല്ലാം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. ഒരാളെയും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കില്ല. ഇതന്നും പറഞ്ഞത് ഇന്നും തന്നെയാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് ക്ലിയറായിട്ട് കാര്യങ്ങൾ വരുമ്പോൾ ഈ പറയുന്ന 2 കാര്യങ്ങൾ ഉൾപ്പെടെ ചേർത്ത് ഏതാണ് എന്ന് തിരിച്ചറിവോടെ ആവശ്യമായ സംഘടനാ നിലപാട് CPIM സ്വീകരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.